നമസ്കാരം, ഇത് IBN മലയാളം. ഈ അവധിക്കാലത്ത് 2 മുതൽ 8 വയസ്സ് വരെയുള്ള കുരുന്നുകൾക്ക് അറിവിന്റെ മധുരമേകി ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ബ്രാൻഡായ ടൈം കിഡ്സ് ഒരുക്കുന്നു കിഡ്സ് സമ്മർ ക്യാമ്പ്. കുഞ്ഞു മനസ്സിന് ആഹ്ലാദം പകരാൻ ഇന്റർനാഷണലി ഡിസൈൻഡ് ആക്ടിവിറ്റികൾ ഏപ്രിൽ 8 മുതൽ ആരംഭിക്കുന്നു. മുതല വാപിളർത്തിയതുപോലെ മരണം വാപിളർത്തി നിൽക്കുകയാണ് മുതലപ്പുഴയിൽ. അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണം കാരണം കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇവിടെ അപകടത്തിൽപ്പെട്ട് പൊലിഞ്ഞത് 80ഓളം ജീവനുകൾ. എന്നാലിപ്പോൾ പൊഴി പൂർണ്ണമായി അടഞ്ഞതോടെ ബോട്ടുകൾ കടലിലിറക്കാൻ പോലുമാകാതെ പട്ടിണിയിലേക്ക് വീഴുകയാണ് മത്സ്യത്തൊഴിലാളികൾ. എന്താണ് മുതലപ്പുഴയിലെ യഥാർത്ഥ പ്രശ്നം? ഇതിൽ അദാനി പോർട്ടിന്റെ എന്താണ് പങ്ക്? ആരാണ് മുതലപ്പുഴയിലെ ചതിക്കു പിന്നിൽ? ഡ്രഡ്ജിംഗ് നടത്തുമെന്ന് പറയുന്ന സർക്കാരിന്റെ വാക്ക് മത്സ്യത്തൊഴിലാളികൾ വിശ്വാസത്തിലെടുക്കാത്തത് എന്തുകൊണ്ടാണ്? തിരുവനന്തപുരം പെരുമാതുറയിലെ മുതലപ്പുഴ ഹാർബറിന്റെ പ്രവർത്തനം സ്തംഭിച്ചിട്ട് 1 മാസത്തോളം ആവുകയാണ്. മത്സ്യബന്ധനം ജീവനോപാധിയായി കണ്ടവരൊക്കെ ദിവസങ്ങളായി ദുരിതക്കയത്തിലാണ്. പരിഹാരത്തിനായി പല വഴികൾ തേടിയിട്ടും ഫലം കാണാതായതോടെ ഒടുവിൽ കനത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. മുതലപ്പുഴ മത്സ്യബന്ധന തുറമുഖത്ത് മണലടിഞ്ഞ് പൊഴിമുഖം അടഞ്ഞതോടെയാണ് കടലിൽ പോകാനാകാതെ മത്സ്യത്തൊഴിലാളികൾ വലഞ്ഞത്. ഡ്രഡ്ജിങ്ങും ഫലം കാണാതായതോടെ മുതലപ്പുഴ അഴിമുഖം പൂർണ്ണമായും മണൽ മൂടി. ചെറിയ തോട്ടിലൂടെ എന്ന വണ്ണം ഉണ്ടായിരുന്ന നീരൊഴുക്കും തടസ്സപ്പെട്ടതോടെ വേലിയിറക്കം മുതലാക്കി കടലിലിറക്കിയ ചെറുവള്ളങ്ങൾ പോലും ഹാർബറിൽ അടുപ്പിക്കാനായില്ല. ഇതോടെയാണ് ഹാർബറിന്റെ പ്രവർത്തനം പൂർണ്ണമായും സ്തംഭിച്ചത്. ലഭ്യമായ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണൽ മാറ്റാനുള്ള ശ്രമം അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുവെങ്കിലും ഫലം കണ്ടില്ല. പിന്നീടാണ് കണ്ണൂർ അഴീക്കലിൽ നിന്നുള്ള മാരിടൈം ബോർഡിന്റെ വലിയ ഡ്രഡ്ജർ എത്തിക്കാനുള്ള ശ്രമം അധികൃതർ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കടലിൽ പോയ ചെറുവള്ളങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഹാർബറിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് നിലവിലുള്ളത്. ഈ വള്ളങ്ങൾ കൊല്ലം നീണ്ടകര ഹാർബറിലേക്കാണ് അടുപ്പിച്ചത്. കഴിഞ്ഞ സെപ്റ്റംബർ മുതലാണ് മുതലപ്പുഴയിൽ ഡ്രഡ്ജിംഗ് മുടങ്ങിയത്. ഇതോടെയാണ് മണൽമൂടി പൊഴിയടയാൻ തുടങ്ങിയത്. കായലിൽ നിന്ന് വള്ളങ്ങൾ കടലിലേക്ക് ഇറക്കാൻ പ്രയാസം നേരിട്ടതോടെ JCB ഉപയോഗിച്ചും സ്വകാര്യ കമ്പനിയുടെ ഡ്രഡ്ജർ ഉപയോഗിച്ചും മണ്ണു നീക്കം നടത്തി. ഒരു ഭാഗത്ത് മണ്ണ് നീക്കാനുള്ള പ്രവർത്തനം നടക്കുമ്പോൾ അതിലുമേറെ മണ്ണ് പൊഴിയിലടിയുന്നതാണ് പൊഴി സ്ഥിരമായി അടയാൻ കാരണമാകുന്നത്. ചെറിയ വള്ളങ്ങൾ ട്രാക്ടർ ഉപയോഗിച്ചാണ് കടലിലേക്ക് ഇറക്കിയിരുന്നത്. വലിയ ബോട്ടുകൾ കടലിലേക്ക് ഇറക്കാൻ സാധിക്കാതെ വന്നതോടെ ഭൂരിഭാഗം മത്സ്യത്തൊഴിലാളികളും പ്രതിസന്ധിയിലായി. 10,000-ഓളം വരുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് പ്രതിസന്ധി ബാധിച്ചത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വള്ളമുടമകൾക്ക് സംഭവിച്ചത്. നിരവധി ആളുകൾ കടക്കണിയിലകപ്പെട്ടു. 1000-ഓളം വലിയ വള്ളങ്ങളാണ് കടലിലിറക്കാൻ സാധിക്കാതെ ഇട്ടിരിക്കുന്നത്. മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോൾ താൽക്കാലിക പരിഹാരങ്ങൾ നേടുകയാണ് അധികൃതരുടെ പതിവ്. ആഴ്ചയൊന്ന് കഴിയുമ്പോൾ പ്രതിസന്ധിക്ക് വീണ്ടും തുടക്കമാകും. കാലവർഷത്തിനു മുന്നേ അഴിമുഖത്ത് ഡ്രഡ്ജിംഗ് നടത്തി 6 മീറ്റർ ആഴം ഉറപ്പാക്കണമെന്ന തൊഴിലാളികളുടെ ആവശ്യം കൃത്യസമയത്ത് നടത്താതിരുന്നതോടെയാണ് അഴിമുഖം ഇപ്പോൾ പൂർണ്ണമായും മണൽ മൂടി അടിയുന്നതിലേക്ക് എത്തിച്ചത്. ലക്ഷക്കണക്കിന് ടൺ മണ്ണാണ് അഴിമുഖത്ത് ദിനം പ്രതി അടിയുന്നത്. കനാൽ കുഴിക്കുന്ന ചെറിയ ഡ്രഡ്ജർ മുതലപ്പുഴയിലെ മണ്ണു നീക്കാൻ പര്യാപ്തമല്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. വലിയ ഡ്രഡ്ജർ തന്നെ എത്തിക്കണമെന്നായിരുന്നു നേരത്തെ മുതലുള്ള ഇവരുടെ ആവശ്യം. പുലിമുട്ടിന്റെ നീളവും വീതിയും കൂട്ടിയാൽ മാത്രമേ ഇപ്പോഴത്തെ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ. കേന്ദ്രം അനുവദിച്ച 177 കോടി രൂപ വിനിയോഗിച്ച് പുലിമുട്ടിന്റെ നീളവും വീതിയും കൂട്ടണം. എല്ലാ വർഷവും 3 മാസം കൂടുമ്പോൾ ഡ്രഡ്ജിംഗ് നടത്തണമെന്ന തീരുമാനമുള്ളതാണ്. അത് കൃത്യമായി നടത്താത്തത് കൊണ്ടാണ് ഇപ്പോൾ മണൽ മൂടിയത്. കഴിഞ്ഞ നവംബറിൽ തന്നെ ഡ്രഡ്ജിംഗ് ആരംഭിക്കണമെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയതാണ്. ഓഗസ്റ്റിൽ ആരംഭിക്കേണ്ട ഡ്രഡ്ജിംഗ് നവംബറിലും തുടങ്ങാത്തതിനാൽ ഈ ആവശ്യം ഉന്നയിച്ച് ഞങ്ങൾ അധികൃതർക്ക് കത്തും നൽകിയിരുന്നു. ആഴക്കുറവ് തെളിയിക്കുന്ന വീഡിയോയും അയച്ചു കൊടുത്തു. ഇതൊന്നും മുഖവിലേക്ക് എടുക്കാത്തതിന്റെ പരിണതഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. പൊഴി അടിഞ്ഞു കിടന്നപ്പോൾ 7 വർഷം മുമ്പ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോയ അനുഭവമുണ്ട് ഞങ്ങൾക്ക്. ആ അവസ്ഥ ഈ സർക്കാരിന്റെ ഭരണകാലത്ത് തന്നെയാണ് സംഭവിച്ചത്. ആ മഴക്കാലത്ത് ഈ പ്രദേശം മുഴുവൻ വെള്ളത്തിനടിയിലായി. രക്ഷാപ്രവർത്തനം പോലും നടത്താനാത്ത അവസ്ഥയുണ്ടായി. പൊഴി മുറിക്കാതിരുന്നതിനാൽ എന്താണ് സംഭവിക്കുക എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ തന്നെ പല വീടുകളിലും വെള്ളം കയറി തുടങ്ങി. പക്ഷേ നിലവിലെ രീതിയിൽ ഇപ്പോൾ പൊഴിമുറിക്കാനാകില്ല. അങ്ങനെ ചെയ്താൽ ഇപ്പോൾ ഉള്ളതിലും ശക്തിയായി പൊഴി മൂടും. അടിഞ്ഞുകൂടിയ മണ്ണ് 80% നീക്കിയിട്ടേ പൊഴിമുറിക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും സാധിക്കുകയുള്ളൂ. പലിശയ്ക്കും ലോണായും ഒക്കെ പൈസ എടുത്താണ് പലരും നിക്ഷേപിച്ചിരിക്കുന്നത്. ഈ പ്രതിസന്ധി തുടർന്നാൽ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലാകും. ബോട്ടുടമകൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഡ്രഡ്ജിംഗ് ആരംഭിച്ച് അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യുക എന്നത് മാത്രമാണ് ഇപ്പോഴുള്ള മാർഗം. അതിന് പ്രാപ്തമായ ഡ്രഡ്ജർ കൊണ്ടുവരണം എന്നതാണ് ഞങ്ങളുടെ ആവശ്യമെന്നും പ്രദേശവാസികൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് IBN മലയാളം.